നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ധാരാളം പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. ഹോട്ടൽ വ്യവസായ രംഗത്താണ് സൽമാൻ രാജകുമാരന്റെ പുതിയ പരിഷ്കാരം. രാജ്യത്തെ ഹോട്ടലുകൾക്കും ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾക്കും റെസിഡൻഷ്യൽ റിസോർട്ടുകൾക്കുമുള്ള വാണിജ്യ പ്രവർത്തന ലൈസൻസുകൾ നൽകുന്നതിനുള്ള ഫീസ് റദ്ദാക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 4 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 5 സ്റ്റാർ ഹോട്ടലുകളുടെ നഗരസഭാ ലൈസൻസിന് റൂം 1-ന് 250 റിയാൽ എന്ന തോതിലാണ് നഗരസഭാ ലൈസൻസ് ഫീസായി ഈടാക്കിയിരുന്നത്. നേരത്തെ സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ച ഒരു കൂട്ടം സർക്കാർ ഫീസ് ഇളവുകളുടെ ഭാഗമായാണ് ഹോട്ടലുകൾക്കുള്ള നഗരസഭാ ലൈസൻസ് ഫീസ് ഒഴിവാക്കിയിട്ടുള്ളത്. സ്വകാര്യ മേഖലയ്ക്കുള്ള വിവിധ സർക്കാർ വകുപ്പ് ഫീസുകൾ 70%-ലേറെയാണ് കുറച്ചിട്ടുള്ളത്. ഹോട്ടൽ, റെസിഡൻഷ്യൽ റിസോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളായ വ്യവസായികൾക്കും ഈ തീരുമാനം വളരെ ഗുണകരമാണ്. സൗദിയെ ലോകത്തിലെ ഏറ്റവും പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള കിങ്ഡം വിഷൻ 2030-ന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായാണ് പുതിയ ഈ തീരുമാനം വന്നിട്ടുള്ളത്. ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ പണം നിക്ഷേപിക്കാൻ പുതിയ തീരുമാനം നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഇത് ടൂറിസം മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുമെന്നുമാണ് കണക്കുകൂട്ടുന്നത്. എണ്ണ കയറ്റുമതി വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വിഷൻ 2030 സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് $800 ബില്യൺ നിക്ഷേപം നടത്താനും മുഹമ്മദ് ബിൻ സൽമാൻ ലക്ഷ്യമിടുന്നുണ്ട്. ടൂറിസം മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിലും പുതിയ തീരുമാനം കാരണമാകും. ബലീദി പ്ലാറ്റ്ഫോമിലൂടെ ഹോട്ടലുകൾക്കും ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾക്കും റെസിഡൻഷ്യൽ റിസോർട്ടുകൾക്കുമായി വാണിജ്യ പ്രവർത്തന ലൈസൻസ് നൽകുകയോ പുതുക്കുകയോ ചെയ്തുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പ്രയോജനം നേടണമെന്ന് അധികൃതർ ഈ മേഖലയിലെ നിക്ഷേപകരോട് ആഹ്വാനം ചെയ്യുന്നു. ടൂറിസം സേവനങ്ങളിൽ സുസ്ഥിരതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മന്ത്രാലയം നിക്ഷേപകരോട് ആവശ്യപ്പെട്ടു. പുതിയ തീരുമാനം വിശദീകരിക്കാനും വ്യക്തത വരുത്താനും ടൂറിസം മേഖലയിലെ നിക്ഷേപകർക്ക് ആവശ്യമായ പിന്തുണയും ഉപദേശവും നൽകാനും ഹോട്ടലുകൾ, ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ, റെസിഡൻഷ്യൽ റിസോർട്ടുകൾ എന്നിവയുടെ ഉടമകൾക്കായി പ്രത്യേക യോഗങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അതുവഴി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വർധനവുണ്ടാകുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനോടൊപ്പം ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തി സൗദി പുരോഗതിയിലേക്ക് കുതിക്കുമെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.